ഒരു വീടിൻ്റെ പ്ലാൻ കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊരു വീടാണ്. അപ്പോൾ നമ്മുടെ കോമൺ ആയിട്ടുള്ളൊരു നിയമം എന്ന് പറയുന്നത് വീട് ഒന്നെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീടിലേക്ക് നോക്കുമ്പോൾ ഈ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ചെറിയ ഒടുവുണ്ട്. ഒടുവെന്ന് പറഞ്ഞാൽ ആ മൂല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പൊളിച്ചു മാറ്റാനൊന്നും പറ്റില്ല, അവർ വീടെല്ലാം പണിഞ്ഞു വെച്ചുപോയി എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗം മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് സ്ക്വയർ ആയിട്ട് വരണമായിരുന്നല്ലോ, അപ്പോൾ ഇത്രയും ഭാഗം അവർക്ക് ഇല്ലല്ലോ. ഇതാണ് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത് നമുക്ക് മിസ്സിംഗ് ആയി. ഇത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഏരിയ ഇവിടെ കൊണ്ട് തീരൂല. ഈ വീടിൻ്റെ 9 ഭാഗമുണ്ട്, അതായത് ഓൾമോസ്റ്റ് ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ യഥാർത്ഥ സൗത്ത് വെസ്റ്റ്. അതിൽ ഒരു ചെറിയ പോർഷൻ അവർക്ക് നഷ്ടപ്പെട്ടു. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ പൈസ കയ്യിൽ നിൽക്കാതെ ചിലവായി പോകും. അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനാഥയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് 2 ക്രിസ്റ്റൽ ബോളുകൾ ആ വിൻഡോയിൽ ഹാങ് ചെയ്യാം. അതൊരു നല്ല റെമഡിയാണ്. ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്ക് പടിഞ്ഞാറ് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് ക്രിസ്റ്റൽസിൻ്റെ, അതായത് എർത്തിൻ്റെ എനർജി കൊടുത്തു, അതിനെ എൻഹാൻസ് ചെയ്തു. അടുത്തത് നോർത്ത് വെസ്റ്റിലേക്ക് പോയി. ഇവിടെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കിയപ്പം നോർത്ത് വെസ്റ്റ് കോർണറും ഇവിടെ നമുക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇത്രയും ഭാഗമുണ്ട്. എത്രയാണ്? ഇത്രയും ഭാഗം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കന്നിമൂല പോയതുപോലെ വടക്ക് പടിഞ്ഞാറും പോയി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 റോഡ് ബെല്ല് കൊടുക്കാം. ബെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എനർജി മെറ്റൽ എനർജിയാണ്. അതിനെ നമ്മൾ ഇവിടെ ഒരു മെറ്റൽ എനർജി കൊടുത്തുകൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം അവിടെ എർത്ത് എനർജിയും മെറ്റൽ എനർജിയും കൊടുത്ത് 2 മൂലകളെ നമ്മൾ എൻഹാൻസ് ചെയ്തു. വീട്ടിൽ പൊളിച്ചു പണികളൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ തൊട്ടിട്ടില്ല. ഫംഗ്ഷൻ ടൂളുകൾ ഉപയോഗിച്ചു, അത്രമാത്രം. അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിലേക്ക് വന്നപ്പോൾ അവിടെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇവിടെ നോർത്തിലേക്ക് വന്നപ്പോൾ വീടിന്റെ ഔട്ട് സൈഡിൽ ഇവിടെ നമ്മൾ ഒരു മൂവിങ് വാട്ടർ കൊടുത്തു. മൂവിങ് വാട്ടർ കൊടുത്തപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? വീടിന്റെ നോർത്ത് ഭാഗമാണ്, അവിടെ വാട്ടർ ആക്ടിവേഷൻ ചെയ്താൽ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. പോരെങ്കിൽ ഇവിടുത്തെ നമ്പർ 61 ആണ്. ഈ 1 ആക്റ്റീവ് ചെയ്യുന്നത് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അപ്പം ഒരു വെടിക്ക് 2 പക്ഷി. അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പരും ആക്റ്റീവായി, ബേസിക് ഫംഗ്ഷനും ആക്റ്റീവായി. അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ സൗത്ത് ഈസ്റ്റ് കോർണർ മിസ്സിംഗ് ആണ്. അതായത് ഇത്രയും ഏരിയ ആണ് ഈ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത്. ഇവിടെയും ഇവിടെ മിസ്സിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എല്ലാം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പു പ്ലാന്റുകൾ വെച്ച് ആ ഭാഗം എൻഹാൻസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് എന്ത് എലമെന്റ് ആണ്? വുഡ് എലമെന്റ് ആണ്. ആ വുഡ് എലമെന്റ് നമ്മളിവിടെ എൻഹാൻസ് ചെയ്തു. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ എലമെന്റുകൾ ഉപയോഗിച്ച് എൻഹാൻസ് ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ചിട്ട് ആ 61 വരുന്ന ഭാഗം അതിനെ ഒന്ന് ആക്ടിവേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിയും ഉണ്ടായി. ഇപ്പോൾ ആരോഗ്യവും സാമ്പത്തികവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഗൃഹനാഥയുടെ അഭിവൃദ്ധിയും എല്ലാം നമ്മൾ ഫെങ്ഷുയി പ്രകാരം നമ്മൾ കറക്റ്റ് ചെയ്തു. ഇപ്പോൾ വീടിൻ്റെ ആ നഷ്ടപ്പെട്ടു പോയ എനർജി നമുക്കിവിടെ തിരികെ കിട്ടി. അപ്പം നമ്മളിവിടെ ആക്റ്റീവായി. ഈ രീതിയിൽ നമുക്ക് വീടിനെ പൊളിച്ചു മാറ്റലുകൾ കൂടാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആകട്ടെ, ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഒരു വീടിൻ്റെ പ്രശ്നം അവർ പറഞ്ഞിട്ടല്ല നമ്മൾ അറിയുന്നത്. ഒരു വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുത്തിട്ട് എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ റെമഡികൾ അവിടെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അവിടെ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതൊരു വീടിനെയും കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ പൊളിച്ചു പണികളുടെ യാതൊരു ആവശ്യവുമില്ല. ഇത് നിങ്ങളുടെ വാടക കെട്ടിടമായാലും സ്വന്തം കെട്ടിടമായാലും അതുപോലെ തന്നെ ഫ്ലാറ്റുകളായാലും ഇത്തരത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് 3 ലെഗ്ഡ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു മുക്കാലിത്തവള പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലോട്ട് കടക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഇത് 4 അനിമൽസ് ആണ്. ഡ്രാഗൺ, ഫീനിക്സ്, ടോർട്ടോയ്സ്, ടൈഗർ. ഡ്രാഗൺ ഈസ്റ്റ് വാളിൽ വെക്കുക, ഫീനിക്സ് സൗത്തിൽ കൊടുക്കുക, നോർത്തിൽ ടോർട്ടോയ്സ് കൊടുക്കുക, വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ. ഇതാണ് ഫീനിക്സ് ബേർഡ്. ഇത് നമ്മൾ സൗത്തിൽ കൊടുക്കുന്നു. ഇത് ടോർട്ടോയ്സ്, ഇത് വന്നിട്ട് നോർത്തിൽ കൊടുക്കുന്നു. ഇത് വന്നിട്ട് വൈറ്റ് ടൈഗർ വന്നിട്ട് വെസ്റ്റിൽ കൊടുക്കുന്നു. മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ളൊരു ബ്ലൂ ഐ നമുക്ക് പ്രധാന വാതിലിൻ്റെ സമീപത്ത് സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.